വിമർശനത്തിന് പിന്നാലെ PJ കുര്യനെ അധിക്ഷേപിച്ചും പോർ വിളിച്ചും നേതാക്കൾ. സാർ വിളിക്കാൻ കുര്യൻ അർഹനല്ല എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ്. പീഡനക്കേസ് ഓർമ്മിപ്പിച്ചതായിരുന്നു മഹിളാ കോൺഗ്രസ് നേതാവിന്റെ വിമർശനം. SFIയെ പുകഴ്ത്തിയും യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും ഒക്കെ വിമർശിച്ചും കുര്യൻ നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരുന്നു PJ കുര്യനെതിരെ വിമർശനവുമായി ആദ്യം രംഗത്ത് വന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. അദ്ദേഹം ആ പ്രസംഗം നടത്തുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കാം, ഒരുപക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കാഞ്ഞതായിരിക്കാം. എന്തായാലും അതൊരു വിവാദമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, പാർട്ടിയുടെ മുന്നണിയുടെ നേതാക്കന്മാർക്ക് അത് ബോധ്യമുണ്ട്. പലകുറി ആ നേതാക്കന്മാരൊക്കെ പലകുറി അത് പറഞ്ഞിട്ടുള്ളതാണ്, ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ബോധ്യങ്ങൾ. രാഹുലിന്റെ പ്രതികരണത്തിന് പിന്നാലെയായിരുന്നു കുര്യനെതിരെ നവമാധ്യമങ്ങൾ വഴിയുള്ള കടന്നാക്രമണം. കുര്യനെ പഴയകാല പീഡനക്കേസ് ഓർമ്മിപ്പിച്ചായിരുന്നു മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു ബിനുവിന്റെ വിമർശനം. പീഡനക്കേസിൽ പ്രതിയായിട്ടല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ടിവിയിൽ കാണുന്നതെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിന്ദു ബിനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ വല്ലപ്പോഴും ടിവിയിൽ കാണാമെന്ന PJ കുര്യന്റെ വിമർശനത്തിനുള്ള മറുപടിയാണ് ബിന്ദുവിന്റെ സാമൂഹ്യ മാധ്യമത്തിലെ കുറിപ്പ്. കുര്യൻ സാർ എന്ന വിളി ഒഴിവാക്കുന്നുവെന്നാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ നൈനാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പോലീസിന്റെ ഒരു പിടിച്ചുതള്ളൽ പോലും വാങ്ങാത്ത PJ കുര്യന്റെ ഇപ്പോഴത്തെ പരാമർശം അംഗീകരിക്കില്ല എന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് പോസ്റ്റിൽ പറയുന്നു. യൂത്ത് കോൺഗ്രസിൽ നിന്നും ആരെയെങ്കിലും നേതൃനിരയിൽ കൊണ്ടുവന്നിട്ട് മതി വിമർശനമെന്നും സോഷ്യൽ മീഡിയ പരിഹാസങ്ങളിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ ഫേസ്ബുക്ക് കുറിപ്പുകൾക്ക് ലഭിക്കുന്ന കമന്റുകൾ പലതും അസഭ്യവർഷമായി മാറുന്നുമുണ്ട്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.